രാമനെ കുറിച്ച് രണ്ട് വാക്ക്. നായ എന്ന് പറയുമ്പോൾ ഒരു ഐശ്വര്യം, വീടിനൊക്കെ ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ നായ്ക്ക് ഒരു പ്രത്യേകതകളുണ്ട്. പല പ്രത്യേകത നായ്ക്കുട്ടി കൊണ്ടുവന്നാൽ പ്രത്യേകതകളെ നോക്കണം. ഇപ്പോൾ നായ്ക്കൾ പലവിധ നായ്ക്കളുണ്ട്. ഓരോ ജനുസിൽപ്പെട്ട പലവിധ നായ്ക്കളുണ്ട്. ആയിരക്കണക്കിന് നായ്ക്കളുണ്ട്. ഇത് ഡാൽമിഷ് എന്ന് പറഞ്ഞ നാടൻ സങ്കര ഇനം നായ്ക്കുട്ടിയായിരുന്നു. ചെറിയ കുട്ടി, ചെവി മാത്രം വലിയ ആട്ടുംകുട്ടി മാതിരി, അത്രയും വലിപ്പത്തിൽ ചെവി, വല്ല ചെവിയായിട്ടുള്ളതാണ്. ചെവി ഇത്ര നീളം നല്ല നീളത്തിലുള്ളതാണ് ചെവി. ആട്ടുംകുട്ടിയുടെ ചെവി ഇത്ര നീളം ഉണ്ടാവും. അതുമാതിരിയാണ്. അങ്ങനെ ചെവി ആട്ടി പന്തൊക്കെ പുറത്തേക്ക് ഇട്ടാൽ ആ പന്തൊക്കെ എടുത്തു കൊണ്ടുവന്ന് നമുക്കെടുത്ത് തരും. അങ്ങനെ ഒരു നായ്ക്കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ അതിന് നമ്മൾ ഇവിടെ വന്ന് കാട്ടിലില്ലാത്തപ്പോൾ ഇവരിങ്ങനെ വളർത്തി വീട്ടിലൊരു അംഗം പോലെയാക്കി. അപ്പോൾ നായ വാങ്ങുമ്പോൾ നമ്മൾക്ക് നായ്ക്കുട്ടി വീട്ടിൽ വന്നാൽ ആ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് നല്ലൊരു നായ്ക്കുട്ടിയാണ്. ഈ നായ്ക്കുട്ടി കണ്ടോ, ഇവിടെയാണ് ഈ കറുപ്പാണ്, കറുത്ത കറുപ്പ് ഇവിടെ. ഇത് കണ്ടില്ലേ, ഇത് ഈ നെറ്റിയുടെ ഇതാണ്. ഇത് കറുത്ത ഒരു കറുപ്പ് കണ്ടില്ലേ, ഒരു പൊട്ട് മാതിരി. അപ്പോൾ പൊട്ട് നല്ല ഒരു ജനസിൽപ്പെട്ട. പിന്നെ ശൗര്യം, മൂക്കിൻ്റെ അവിടെ കണ്ടില്ലേ കറുപ്പ്, ഇത് ശൗര്യം. നായുടെ ശൗര്യമാണ് ഈ കറുപ്പ് കാണിക്കുന്നത്. ഇവിടെ നാട് കറുപ്പ്. പിന്നെ ഈ ഇവിടെ ഇതിങ്ങനെ കിടക്കുന്നത്, ഇവിടെ ഇങ്ങനെ വലിയ ഇതായിട്ട് കറുപ്പ്, ഈ ഭാഗത്ത് ഇങ്ങനെ വലിയൊരു കട്ട കറുപ്പുണ്ടാവും. അത് നല്ല സൈസാണ്. പിന്നെ ഈ കറുപ്പാണ് ഭംഗി. ഈ നായ പലതും ഉണ്ട്. അസ്ഥിക്കൂടം മാതിരിയുള്ള നായയാണ്. ഇതൊരു അസ്ഥിക്കൂടം മാതിരി ഇങ്ങനെ വലിയ നീളമുള്ള കാലും കൈയായിട്ടുള്ള ഒരു നായയാണ്. ഇത് സങ്കരയ്യന ആയതുകൊണ്ടാണ് ഇത് നമുക്ക് ഈ സൈസായിട്ട് തോന്നണത്. നായുടേത് പറയുമ്പോൾ ഇത് 14 വർഷമായ ഒരു നായയാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കില്ല. കാരണം ഇതിന് നമ്മൾ ഗൂഗിളിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് മഞ്ഞുമലയിലൊക്കെ ൊക്കെ കയറി കരടികളെയും അവരിങ്ങനെയൊക്കെ ആക്രമിക്കാൻ വിട്ട ഒരു ഇതാണ്. മഞ്ഞുമലയിൽ ഉണ്ടാവുന്ന ഇതാണ്. ആ മഞ്ഞുമലയിലൊന്നും എത്ര കാലം വരെ ഇവർക്ക് 10 വർഷം വരെ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവരുടേത്. ഈ മഞ്ഞൊക്കെ ഇതിൻ്റെ മേത്തായാലും ഒരു ഇതിൽ തോല് കട്ടിയുള്ളതാണ്. കണ്ടോ, ഇതിൻ്റെ തോല് കട്ടിയുള്ള തോലാണ്. കണ്ടോ, കട്ടിയുള്ള തോലാണ്. ആ തോലാണ് ഇതിൻ്റെ വേണ്ടത്. അപ്പോൾ മഞ്ഞുമലയിലാണ് ഈ നായയെ അധികം കാണാറാം സങ്കരയിനം. വലിയ മതിലുകൾ എടുത്തു വെച്ച് ചാടും വരും. വലിയ മതിലുകൾ, എത്ര ഉയരമുള്ള മതിലുകളായാലും എടുത്തു വെച്ച് ചാടും. പിന്നെ ഇത് ഈ നായ ഒരാളെ കടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കേസൊക്കെ കഴിഞ്ഞു. ഇത് ഉണ്ട്, നല്ല പല്ലാണ്, ഉണ്ട്, കോമ്പ്ര പല്ലാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ കുത്തി വെച്ചിട്ട് ഇപ്പോൾ ഇതായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായി കുത്തി വെച്ചിട്ട് ഡോക്ടർ വന്നിട്ട്. എല്ലാ കൊല്ലം വാസലും ഇത് കുത്തിവെക്കുന്നുണ്ട്, പ്രതിരോധ മരുന്ന് കുത്തിവെക്കുന്നുണ്ട്. ലൈസൻസ് ഉണ്ട് നായ്ക്ക്. ലൈസൻസ് 6 മാസം കൂടുമ്പോൾ 25 രൂപ. ഇവിടെ 20 എത്രയാണെന്നറിയില്ല, അത് 25 ലൈസൻസ് ഉണ്ട്. എന്നാലാണ് നമുക്ക് നായ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ നായ സേഫ്റ്റി ആയിട്ട് ഇരിക്കുന്നതാണ്. നമ്മൾ അധികം പുറത്തേക്ക് വിടാനും ഇതൊന്നുമില്ല. ഇവൻ്റെ 2 നേരമാണ്. രാവിലെ 7 മണി ഒരു കണക്കുണ്ട്, പുറത്തേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചങ്ങല പിടിച്ച് പുറത്തേക്ക് ഇറക്കി വൈകുന്നേരം 4 മണി പുറത്തേക്ക് ഇറങ്ങി അവൻ്റേതായ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ അവന് ഭക്ഷണം പിന്നെ കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇതിൽ അവൻ്റെ ഊർജ്ജത്തിനനുസരിച്ചുള്ള ഭക്ഷണം അത് മാത്രമേ ഉള്ളൂ. വേറെ ഇതൊന്നുമില്ല ഇനി.